ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന പടം കണ്ടു. ഖാലിദ് റഹ്മാൻ്റെ സിനിമ, ഒരുപറ്റ യുവതാരങ്ങളൊക്കെ ഒരുമിച്ചെത്തിയിട്ടുള്ള പടം. ഏപ്രിൽ റിലീസുകളിൽ അല്ലെങ്കിൽ വിഷു റിലീസുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സിനിമയാണ്. സിനിമ കൊള്ളാം, കണ്ടിരിക്കാവുന്ന നല്ലൊരു വൈബൊക്കെ തരുന്നൊരു പടമാണ്. ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തൊരു ട്രെൻഡ് സെറ്റർ പടം വരാൻ പോകുന്നു എന്നൊക്കെയാണ്. കാരണം ഖാലിദ് റഹ്മാൻ്റെ പടം, തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന പടം, പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സബ്ജക്റ്റും അല്ലെങ്കിൽ ആ ഒരു ക്രൂ ഒക്കെ കാണുമ്പോൾ ശരിക്കും അടുത്ത ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പടം വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീലൊക്കെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെവലിലേക്ക് പടം വന്നോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഒരു രസമായിട്ട് നല്ലൊരു നേരമ്പോക്ക് സിനിമ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ നല്ല വൈബായിട്ടിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ പടം ഒരു സ്പോർട്സ് ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന പടമാണ്. പക്ഷേ സാധാരണ സ്പോർട്സ് ഡ്രാമകളെ പോലെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പടമല്ല. ഈ സ്പോർട്സ് ഡ്രാമകളുടെയൊക്കെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് എല്ലാ സ്പോർട്സ് ഡ്രാമകൾക്കും ഉള്ളൊരു ലിമിറ്റേഷനാണത്. കാരണം അതിനൊരു ബേസിക് പാറ്റേൺ ഉണ്ടായിരിക്കും, ഒരു വിജയത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും എല്ലാ സ്പോർട്സ് ഡ്രാമകളും. അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്യാത്തൊരു സിനിമയാണ്. +2 ഫെയിലായിട്ടുള്ള ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പിള്ളേർ യാദൃശ്ചികമായിട്ട് അവർ ബോക്സിങ്ങിലേക്ക് തിരിയുന്നതും പിന്നീട് നടക്കുന്നൊരു ബോക്സിംഗ് കോമ്പറ്റീഷനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കഥയാണ് സിനിമയുടേത്. അത്ര വലിയ സംഭവബഹുലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഇതിൻ്റെ ഡയറക്ടർ തന്നെ മുൻപ് ഇൻ്റർവ്യൂവിലും മറ്റുമായിട്ട് ഏകദേശം പകുതിയോളം കഥ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ സ്റ്റോറിയിൽ നിന്ന് ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പടമല്ല അത്. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മേക്കിംഗ് തന്നെയായിരിക്കും. തല്ലുമാലയിലൊക്കെ എന്താണോ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഈ പടത്തിൻ്റെത്. നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പല സീനുകളും. ഈ ഒരു യൂത്ത് വൈബൊക്കെ പിടിച്ച് പോകുന്ന അതിൻ്റെ ഒരു മാസ്റ്ററാണ് ഖാലിദ് റഹ്മാൻ എന്ന് തോന്നിപ്പോകും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 പടങ്ങളും അദ്ദേഹത്തിൻ്റെ കാണുമ്പോൾ. കാരണം നല്ല രസമായിട്ട് നമ്മൾ കാണുന്ന ആളുടെ പ്രേക്ഷകൻ്റെ ഒരു പൾസ് അറിഞ്ഞിട്ടുള്ളൊരു മേക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ബോറടിപ്പിക്കാതെ പോകുന്നൊരു മേക്കിങ്ങിൻ്റെ അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു മെയിൻ പോസിറ്റീവ്. ശരിക്കും ഈ ബോക്സിങ് രംഗങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറേ ബോക്സിങ് രംഗങ്ങളാണ് വരുന്നത്. കുറേ നേരം അവിടെ തന്നെയാണ് നമ്മളെ ഒരു ബോക്സിങ് റിങ്ങിലെയും അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനെയും ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. അപ്പോൾ അതൊക്കെ ബോക്സിങ് സീനൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അസാധ്യമായിട്ടാണ്. അതിലെ ചില ഷോട്ടുകളൊക്കെ ശരിക്കും നല്ല നല്ല ലോകോത്തര നിലവാരമുള്ള ഷോട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് ജിംഷി ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ടതാണ്. അത് ഈ ഒരു ഓവറോൾ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റീനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക്കും, പുള്ളിയും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു യൂത്ത് വൈബ് പടങ്ങളുണ്ടല്ലോ അതിൽ പുള്ളിയും അങ്ങനത്തെ പടങ്ങൾക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ പുള്ളിയും വേറൊരു മൂഡ് അല്ലെങ്കിൽ വേറൊരു ലെവലാണ് പുള്ളിയും. ഇപ്പോൾ നമ്മൾ പ്രേമലും എടുത്ത് നോക്കിയാലും തല്ലുമാലയൊക്കെ എടുത്ത് നോക്കിയാലൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അല്ലെങ്കിൽ പാട്ടുകളും, ഈ പാട്ടുകൾ അധികം ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കംപ്ലീറ്റ് സോങ് ആയിട്ട് ഉപയോഗിക്കാതെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ഓരോ സീനിനും നല്ല നല്ല ഹൈ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു 3 സംഗതികൾ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങളിലേക്ക് പടം നീങ്ങുന്നില്ല. ഒരു തുടങ്ങിയിട്ട് കുറച്ച് ഈ ബോക്സിങ്ങിൻ്റെ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെയാണ് പടം. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യമായിട്ട് പടം മൂവ് ആവുന്നില്ല, നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യമാണ്. കാരണം ഒരു 5-6 ബോക്സിംഗ് സീനൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ബോക്സിംഗ് സീനും നമുക്ക് നല്ല രസമായിട്ട് ഓരോന്നും വ്യത്യസ്തമായിട്ട് തോന്നും. ആ രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ബോക്സിംഗ് സീനുകളുടെ ഇടയിൽ വരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ പടം സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫർദർ ഡെവലപ്മെൻറ്റ്സ് സ്റ്റോറിയിൽ വേണമായിരുന്നു എന്ന് തോന്നും. അതുപോലെ തന്നെ ഈ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു മോട്ടീവ് ഉണ്ടല്ലോ, ഇവർ ഈ ബോക്സിങ്ങിലേക്ക് തിരിയുന്ന ഒരു മോട്ടീവൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു എഫക്റ്റീവ് ആക്കാമായിരുന്നു എന്ന് തോന്നും. അതുപോലെ തന്നെ ചില സീനുകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആവാണ്ട് വരുന്നുണ്ട്. ഈ ഗണപതിയുടെ ഒക്കെ ഒരു സീനൊക്കെ വരുന്നുണ്ട്. നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സീനിൻ്റെ ഫ്ലോ അങ്ങോട്ട് പോവുകയും അത് അത്രയ്ക്ക് നമുക്ക് കൺവിൻസിങ് ആയിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഫ്ലോ പോകുന്ന രീതിയിലേക്ക് സംഭവിച്ചു എന്നുള്ളത് അത്ര കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കപ്പെടാണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് സ്റ്റോറിയിൽ കൃത്യമായിട്ട് തോന്നും. അതായത് ഒരു സൈഡിൽ വളരെ പീക്കായിട്ടുള്ള നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരികയും അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ 1-2 സീനുകളൊക്കെ വർക്കൗട്ട് ആവാണ്ട് പോവുകയും ചെയ്യും. ചില കോമഡികളൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ഏശാണ്ട് പോകും. ആദ്യത്തെ ഒരു കോമഡി സീൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു രംഗമുണ്ട്, അത് അങ്ങനെ വർക്കൗട്ടായില്ല. അതുപോലെ തന്നെ തളർത്തി മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അത് നല്ല ക്രിഞ്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സൈഡിൽ ഭയങ്കര പീക്കായിട്ടുള്ള മൊമെൻറ്റ്സ് തരികയും ഒരു സൈഡിൽ കുറച്ച് ലോ ആയി പോവുകയും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി കൂടുതൽ കോമഡികളൊക്കെ ഉള്ളത്. ഫസ്റ്റ് ഹാഫിൽ കോമഡികൾ കുറച്ച് കുറവാണ്, ഒരു ഒഴുക്കിലങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതുപോലെ കുറേ വർക്കൗട്ട് ആവുന്ന കോമഡികളും വർക്കൗട്ട് ആവാത്ത
കോമഡികൾ അല്ലെങ്കിൽ സീനുകൾ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. പൊതുവെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു യങ് വൈബ് പിടിച്ചിട്ട് തന്നെ എല്ലാവരും പോയിട്ടുണ്ട്. നസ്ലനായാലും അല്ലെങ്കിൽ ബേബി ജീനൊക്കെ നന്നായിരുന്നു. എനിക്ക് പുള്ളിയുടെ ഒരു പെർഫോമൻസൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അനഘ രവി എന്നാണ് ആ കുട്ടിയുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ബോക്സിംഗ് റിങ്ങിലൊക്കെ കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ കുറേ പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറുത് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ വലുത്, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ള കൂടെയുള്ള എല്ലാവരും നന്നായിരുന്നു. ലുക്മാൻ്റെ ഒരു കോച്ചായിട്ടാണ് എത്തിയിട്ടുള്ളത്. ലുക്മാൻ്റെ ക്യാരക്ടർ അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. ആ ക്യാരക്ടർ അത്ര സുഖമായിട്ട് വന്നിട്ടില്ല. അത് ലുക്മാൻ അവതരിപ്പിച്ചപ്പോഴും പോലും വേണ്ടത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചില സ്ഥലത്തൊന്നും അങ്ങനെ ഒരു കോച്ചിൻ്റെ ആറ്റിറ്റ്യൂഡൊന്നും പിടിച്ച് പോകാൻ ലുക്മാന് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ ആക്ഷൻ ബ്ലോക്കുകളൊക്കെ വളരെ നന്നായിരുന്നു. ഒരു നല്ല ആക്ഷൻ സീനുണ്ട് സെക്കൻഡ് ഹാഫിൽ വരുന്നത്, അത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ പോസിറ്റീവുകളും അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തിയേറ്റർ കാഴ്ചയിൽ അങ്ങനെ ഒരു നഷ്ടമായിട്ട് തോന്നാത്ത ഒരു ഫെസ്റ്റിവൽ മൂഡിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ചെറിയ വ്യത്യാസത്തിന് അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഒരു ട്രെൻഡ് സെറ്റർ മിസ്സായി പോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും കൂടിയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ശരിക്കും ഒരു കളർഫുൾ ഒരു ട്രെൻഡ് സെറ്റർ പടം, എന്താ പറയുക, ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ട പടം പിടിക്കാമായിരുന്നു. അത് ഒരു പൊടിക്ക് മിസ്സായി പോയിട്ടുണ്ട്. എങ്കിൽ കൂടെ നിങ്ങൾക്ക് തിയേറ്റർ കാഴ്ച നഷ്ടമാവില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളും സിനിമ കണ്ടു നോക്കുക. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.